ഹരിത വിഷയത്തിൽ അച്ചടക്ക നടപടി നേരിട്ട നേതാക്കൾക്ക് പുതിയ പദവി നൽകി മുസ്ലിം ലീഗ് നേതൃത്വം. ഫാത്തിമ തഹ്ലിയെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയും നജ്മ തബ്ബഷീറിയെ ദേശീയ സെക്രട്ടറിയുമായി നിയമിച്ചു. മുഫീദ തസ്നി ദേശീയ വൈസ് പ്രസിഡന്റായി. ഇതാദ്യമായാണ് യൂത്ത് ലീഗിൽ വനിതകൾക്ക് ഭാരവാഹിത്വം നൽകുന്നത്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരായ ആരോപണം വിവാദമായതിന്റെ പേരിലായിരുന്നു നേരത്തെ MSF ദേശീയ വൈസ് പ്രസിഡന്റായിരുന്ന ഫാത്തിമ തഹ്ലിയെയും ഹരിത സംസ്ഥാന ഭാരവാഹികളായിരുന്ന നജ്മ തബ്ഷീറയെയും മുഫീദ തസ്നിയെയും ആ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയിരുന്നത്. കൂടാതെ ഇവരെ പിന്തുണച്ച് വാർത്താ സമ്മേളനം നടത്തിയ മുൻ സംസ്ഥാന സെക്രട്ടറി ലത്തീഫ് തുറയൂരിനെതിരെയും അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് പാർട്ടി അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ ഹരിത നേതാക്കൾ നവാസിനെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നിരുന്നു. ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇടപെട്ട് ഹരിത നേതാക്കൾക്കെതിരായ അച്ചടക്ക നടപടി മരവിപ്പിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നോടിയായാണ് ഹരിത നേതാക്കൾക്കും ലത്തീഫ് തുറയൂരിനുമെതിരായ നടപടികൾ അവസാനിപ്പിച്ചത്. അതിന്റെ തുടർച്ചയായാണ് ഹരിത നേതാക്കൾക്ക് ഇപ്പോൾ പാർട്ടി പദവി നൽകിയിരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയയെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാക്കിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന നജ്മ തബ്ഷീറയെ ദേശീയ സെക്രട്ടറിയും മുഫീദ തസ്നിയെ ദേശീയ വൈസ് പ്രസിഡന്റുമാക്കി. ലത്തീഫ് തുറയൂരിനെ MSF ദേശീയ വൈസ് പ്രസിഡന്റാക്കി. MSFിലും മുസ്ലിം ലീഗിലും നേരത്തെ തന്നെ വനിതകൾക്ക് ഭാരവാഹിത്വം നൽകിയിരുന്നെന്നും അത് യൂത്ത് ലീഗിൽ കൂടി നടപ്പാക്കുകയാണ് ചെയ്തതെന്നും ഇതേക്കുറിച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പണ്ട് MSFിൽ ആദ്യമുണ്ട്, ലീഗിലും ഉണ്ട്, ഏത് കമ്മിറ്റിയിലൊക്കെ അവരുണ്ടല്ലോ. ഇപ്പോൾ യൂത്ത് ലീഗിലും വന്നു എന്നുള്ളൂ. പിന്നെ അതിൽ പുതുതായില്ല. ലീഗിൽ അതിൻ്റെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിലും ഒക്കെ വനിതകൾക്ക് പ്രാതിനിധ്യമുണ്ട്. അതിൽ ഭാരവാഹിത്വം ഉണ്ട്. അഖിലേന്ത്യാ കമ്മിറ്റിയിലുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട്, MSFിലുണ്ടൊക്കെ ഉണ്ട്. യൂത്ത് ലീഗിൽ പിന്നെ ഭാരവാഹിയായി ഇപ്പോൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ അതിൻ്റേതായ അടുക്കും ചിട്ടയോടുകൂടി ലീഗിൻ്റെ ഒരു പ്രവർത്തന ശൈലിയിലാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ആ അടുക്കും ചിട്ടയോടുകൂടി തന്നെ കൊണ്ടുപോകും. അതേസമയം മുൻ ഹരിത നേതാക്കൾക്ക് പാർട്ടിയിൽ ഉയർന്ന പദവി ലഭിച്ചത് MSFിലെ PK നവാസ് വിഭാഗത്തിനേറ്റ തിരിച്ചടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ യൂത്ത് ലീഗിനകത്തും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും വാദിക്കുന്നവരുമുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.